സ്വീറ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡ്രാമ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെടുത്ത് വേഗം യൂട്യൂബ് കൊണ്ട് എത്തിക്കുള്ളൂ. അപ്പം നിങ്ങളെന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഷൈനിങ് ഫോർ വൺ തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയുടെ എപ്പിസോഡ് ഉറപ്പായിട്ട് നാളെ ഇടാട്ടോ. ഇതിനൊരു കണ്ടിന്യൂറ്റി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡ്രാമ ഇന്ന് ഇടുന്നത്. അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചങ്ചെങ് എന്ന് പറഞ്ഞിട്ടുള്ള ജിയാങ്ങിന്റെ റെസ്റ്റോറന്റിലേക്ക് വരുന്ന അവനെയായിരിക്കും. അവൻ വന്ന വാർഡിന്റെ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന അസിസ്റ്റന്റ് ആണെങ്കിൽ ഇന്ന് എന്തെല്ലാം ഫുഡാണ് വെക്കേണ്ടത്, അത് മാത്രമല്ല ഇന്ന് ഏതെല്ലാം ടേബിളാണ് ബുക്ക് ആക്കിയിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ജിയാങ്ങിനോട് പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ആയിരിക്കും ഒരു സീസണൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാവുമായിരിക്കും. അതിന്റെ പേര് വലിയൊരു പേരാണ്. എന്നെ കൊണ്ട് പറ്റൂല പറയേ, കാരണം കഞ്ഞിയും ചമ്മന്തിയെല്ലാം ആണെങ്കിൽ നമുക്ക് പറയായിരുന്നേ. പക്ഷേ ഇവരെ പേര് വലിയ പേരായത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിവിടെ എഴുതി കാണിക്കാം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ച് കാണിച്ചതാ. ആ ഒരു ഫുഡ് ആണെങ്കിൽ സീസണൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആണെങ്കിൽ സീസണൽ ആയിരിക്കും. അപ്പൊ അതിന്റെ പേരിൽ നമ്മളെ ചെക്കനാണെങ്കിൽ ഈ ഒരു അസിസ്റ്റന്റിനെ ചീത്ത പറയുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല, ഇനി മുതൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവളിങ്ങനെ ഫയർ ചെയ്യുമെന്നും പറയുന്നുണ്ടാവുമായിരിക്കും. അത്രക്ക് സ്ട്രിക്റ്റ് ആയിരിക്കും നമ്മളെ ജിയാങ്. എന്നിട്ട് അവനാണെങ്കിൽ നേരെ ആ ഒരു കിച്ചന്റെ സൈഡിലേക്ക് പോകും. അവനായിരിക്കും കുക്ക് ചെയ്യുന്നുണ്ടാവുക. കുക്ക് ചെയ്യുന്ന ഓരോ ഫുഡും ആണെങ്കിൽ ഇതുപോലെ പെർഫെക്ഷനിലായിരിക്കും അവൻ ചെയ്യുന്നുണ്ടാവുക. അത് എത്രത്തോളം പെർഫെക്ഷൻ വേണമെന്ന് അവന്റെ മൈൻഡിൽ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവന്റെ ഹോട്ടലിലാണെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വരുന്നുണ്ടാവുള്ളേ. ഇതുപോലത്തെ ഫുഡെല്ലായിരിക്കും അവനാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുക. ഞാനൊന്നും ജീവിതത്തിൽ ഇതുപോലത്തെ ഫുഡ് കണ്ടിട്ടില്ല, കണ്ടിന്യൂഷനിൽ തിന്നിട്ടില്ല. അവനാണെങ്കിൽ കുക്കെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ടൈം ആയിരിക്കും അവന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക നമ്മളെ സുവാ നൂഡിൽസിലെ അതാണെങ്കിൽ ഇങ്ങനെ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നതാണ്. നമ്മളെ ജിയാങ്ങിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് ആയിരിക്കും. ഇതേ ടൈം നമ്മളെ കുയിനെയും ലീനെയും നോക്കുന്നതാണെങ്കിൽ അവരാണെങ്കിൽ ആ ഒരു റെസ്റ്റോറന്റ് റീ ഓപ്പൺ ചെയ്യുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും. അപ്പൊ അവിടെയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു സുവാ നൂഡിൽസ് ആണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തതല്ലേ, പിന്നെ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന്. അതേ ടൈം കുയി ആണെങ്കിൽ പറയും ഇത് 1000 നൂഡിൽസിന്റെ ഷോപ്പല്ല, ഇത് പുതിയതാണ്. അത് മാത്രമല്ല, ഇത് നമ്മളാണ് നടത്താൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ആണ് ഇന്നത്തെ ഫസ്റ്റ് ഗസ്റ്റ്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മീൽ ഫ്രീ ആണെന്ന് പറയും. എത്ര കേട്ടിട്ടും അവിടെ നിൽക്കുന്നവർക്ക് ഡൗട്ട് വരുന്നുണ്ടാവും. അപ്പൊ അവരാണെങ്കിൽ പറയും ഈ ഒരു ഷോപ്പിന്റെ പേര് മുന്നത്തെ പേര് തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന ടീം നമ്മളെ കുയി ആണെങ്കിൽ പറയും കണ്ണു തുറന്നിട്ട് ഷോപ്പിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുയാ നൂഡിൽസ് അപ്രന്റീസ് എന്നാണ്. അത് നമ്മൾ നടത്തുന്ന ഷോപ്പാണ്. അപ്പൊ നമ്മളെ ലിന്നാണെങ്കിൽ പറയും നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവിടുന്ന് വിൽക്കുന്ന നൂഡിൽസിനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയും. പക്ഷേ ഈ ഒരു ഷോപ്പ് ഓൾറെഡി ക്ലോസ് ആണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇവരാരും ആ ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടാവില്ല. എല്ലാരും പറയും വേണ്ട വേണ്ട വേണ്ട, അടുത്ത പ്രാവശ്യം വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാരും അവിടുന്ന് പോകുന്നുണ്ടാവും. എല്ലാരും പോയ സങ്കടത്തിൽ നിൽക്കുന്ന ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടാവും എന്നാണ് ഇങ്ങനെ ഫസ്റ്റ് ഗസ്റ്റിന് ശരിക്കും ഫ്രീ ആയിട്ട് മീൽ ഉണ്ടോന്ന്. അവിടെ കട്ടായിട്ട് നമ്മളെ കുയും ലിന്നും ആണെങ്കിൽ അടുക്കളയിൽ നിന്ന് പെറുപെറുക്കുന്നതായിരിക്കും. അതായത് ഇവർക്ക് രണ്ടാക്കും ഇപ്പൊ പേടിയായിരിക്കും ഈ ഒരു ജിയാങ് വന്നത് എന്ന് വെച്ചാൽ ഇവരെ കത്തയും കൂടി എടുത്തിട്ട് ഈ ഒരു റെസ്റ്റോറന്റും കൂടി പൂട്ടിക്കാനെന്നായിരിക്കും ഇവര് വിചാരിക്കുന്നുണ്ടാവുക. അതേ ടൈം കുയ്യാണെങ്കിൽ പറയും എടി അങ്ങനെ പേടിക്കണ്ട, അവന്റെ കൈമിൽ ഇപ്പൊ 5 സ്റ്റാർ ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും അവനാണെങ്കിൽ നമ്മളെ റെസ്റ്റോറന്റ് എടുക്കൂലെന്ന് പറയും. അപ്പൊ ലിന്നാണെങ്കിൽ പറയും അതൊരു ചാൻസും കൂടിയാണ്, ഇവനെ നമുക്ക് ഫസ്റ്റ് ഗസ്റ്റ് ആക്കാം. ഇവൻ നമ്മളെ ഗസ്റ്റ് മാത്രമല്ല, നമുക്ക് ഇവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഇവന് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ജിയാങ് ആണെങ്കിൽ ഇതും കേട്ടോണ്ട് ഇവരെ കിച്ചണിലേക്ക് വരും. നമ്മളെ പെണ്ണിന്റെ എക്സ്പ്രഷൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ അവനാണെങ്കിൽ ചോദിക്കും എന്റെ നൂഡിൽസ് ആയോന്ന് ചോദിക്കും. അപ്പൊ അവളാണെങ്കിൽ പറയും ഇവിടുന്ന് ഇറങ്ങി പോടാ, ഞാൻ നിനക്ക് നൂഡിൽസ് തന്നോളും, പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കുന്നു പറയേ. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ ഇരിക്കുന്നുണ്ടാവില്ല. ഇവനാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന കാണുന്ന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ എല്ലാ ദേഷ്യവും കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയായൊരു ഫുഡ് ആണെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഇവന്റെ മുന്നിൽ വെക്കുന്നുണ്ടാവുമായിരിക്കും. മുന്നിൽ വെച്ചപാട് അവളാണെങ്കിൽ പോകും. പക്ഷേ അവനാണെങ്കിൽ പറയും നിനക്ക് ഈ ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഞാൻ എങ്ങനെ ഇടുന്ന് പറയുന്ന കേൾക്കണ്ടേന്ന് പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു നൂഡിൽസ് ആസ്വദിച്ചിട്ട് കഴിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും ഈ ഒരു നൂഡിൽസ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്, പക്ഷെങ്കിൽ ഈ ഒരു റെസ്റ്റോറന്റിൽ നിൽക്കേണ്ടവളല്ല നീ, നിനക്കാണെങ്കിൽ ഒരുപാട് ഭാവിയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്റ്റോറന്റ് നീ ഉപേക്ഷിക്കണം എന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയും നീ നിന്റെ കാര്യം
കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടുക വേണ്ടാന്ന് പറയൂ. എന്നിട്ട് അവനാണെങ്കിൽ പറയും നീ വിചാരിക്കുന്നത് പോലെയല്ല, നീ ചെലവഴിക്കുന്ന ലാഭമൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വെക്കുമെന്ന് വെച്ചാൽ തന്നെ ഭയങ്കര കഷ്ടപ്പാടാ. അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം കൂയാണെങ്കിൽ വന്നിട്ട് ലിന്നിന്റെ ഷോൾഡറിൽ ഇതുപോലെ കൈവച്ചിട്ടാണെങ്കിൽ പറയും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് രണ്ടാക്കും ഒപ്പരം സോൾവ് ചെയ്യാൻ അറിയാമെന്ന് പറയേ. അപ്പൊ ഇവനാണെങ്കിൽ ഇവളെ മേത്ത് കൈവെക്കുന്ന ടീം നമ്മളെ ചെക്കനാണെങ്കിൽ ചെറിയ രീതിയിൽ പൊസസീവ്നെസ് എല്ലാം വരുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ കുയിനെ ഒരു നോട്ടം നോക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും ഉറപ്പായിട്ട് നീ ഒരു റെസ്റ്റോറൻറ്റ് മീൻസ് എന്താ പറയുക ക്ലോസ് ചെയ്യേണ്ട വരും എന്ന് പറയൂ. അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ അവനോടുള്ള ദേഷ്യം കൊണ്ട് അവൻ ഇരുന്ന ഒരു സീറ്റും മേശയും എല്ലാം ആണെങ്കിൽ ഇതുപോലെ തുടക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് നമ്മളെ കുയിനോട് ദേഷ്യം പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ കുയി ആണെങ്കിൽ പറയും എടി നീ എന്തിനെങ്ങനെ ദേഷ്യം പിടിക്കുന്നതെന്ന് പറയുന്ന ടൈം നമ്മളെ ലിന്നാണെങ്കിൽ അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ വെറും വേസ്റ്റാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. അത് കേൾക്കുന്ന ടൈം കുയി ആണെങ്കിൽ പറയും ഹോ അങ്ങനെയാണോ, എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യാന്ന് പറയും. പക്ഷേ അവൻ പോകാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ തടയുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ കുയി ആണെങ്കിൽ പറയും നമ്മളിപ്പോ ഒന്നിലേക്ക് എടുത്തു ചാടിയിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തോ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്, അതിന്റെ പകുതിക്ക് വെച്ചിട്ട് നിർത്താന്ന് വെച്ചാൽ അത് ഒരിക്കലും പോസിബിൾ അല്ല, അതുകൊണ്ട് പകുതിക്ക് വെച്ചിട്ട് നിർത്തുന്ന കാര്യം നീ ഇപ്പോഴേ സ്റ്റോപ്പ് ആക്കിക്കോന്ന് പറഞ്ഞിട്ട് നമ്മളെ ലിന്നിനെ ഉപദേശിച്ചു കൊടുക്കും. അപ്പൊ അതേ ടൈം നമ്മളെ പെണ്ണ് ഓക്കെ ആകും. അവര് രണ്ടാളും കൂടിയിട്ട് എങ്ങനെ ഗസ്റ്റിനെ അട്രാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുന്ന അതേ ടൈം ആയിരിക്കും കുറെ ഗസ്റ്റ് വരുന്നുണ്ടാവും. ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എങ്ങനെയാ ഇവരെല്ലാം വന്നേന്നുള്ളത്. പക്ഷെ നമ്മളെ പിള്ളേരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നൂഡിൽസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എല്ലാ ഗസ്റ്റും പോയ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടാവുക. പകുതി മുക്കാൽ ആൾക്കാരും ആണെങ്കിൽ ആ ഒരു നൂഡിൽസ് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടാവില്ലേ. അവളാണെങ്കിൽ ഇതൊന്നും ആരും കഴിക്കാത്തെന്ന് വിചാരിക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ കുയി ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവും ഇടി നമ്മളെ ഷോപ്പ് ആണെങ്കിൽ പൂട്ടാൻ ആരെല്ലോ വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ടെൻഷനിൽ പോയിട്ട് നോക്കുന്ന ടൈം ഇവരാണെങ്കിൽ പറയും നിങ്ങളെ ഷോപ്പിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര വേസ്റ്റ് ആണെന്ന് പറയാം. നമ്മളെ പെണ്ണാണെങ്കിൽ അതിനൊരിക്കലും സമ്മതിക്കൂലല്ലോ. അപ്പൊ ഇതേ ആൾക്കാരാണെങ്കിൽ പറയും നിങ്ങളെ ഹോട്ടലിനാണെങ്കിൽ കിട്ടാനുള്ള ക്വാളിറ്റി വരെ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിന്റെ ഹോട്ടലിന് അങ്ങനെ തരം തായിട്ട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല ഇങ്ങനെ ഓൺലൈനിലാണെങ്കിൽ കുറെ ഫേക്ക് റിവ്യൂ ഉണ്ട്, നിങ്ങളെ റെസ്റ്റോറൻറ്റിനെ കൊണ്ട് പറയുന്ന റിവ്യൂസ് എല്ലാം ഫേക്ക് ആണ്, അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ മൊത്തമായിട്ട് ഡൗൺ ആവുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ മാക്സിമം അതെങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു ഫുഡെല്ലാം ബാക്കിയായ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ടൈം അവളും തിങ്കാക്കും ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളൊരു കാര്യമോ. നമ്മളെ പെണ്ണാണെങ്കിൽ നടന്നിട്ട് ഇതുപോലെ പോകുന്ന ടൈം ഉരുണ്ട് കെട്ടിയിട്ട് വീകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ പറയും ഇത് ഉറപ്പായിട്ട് ആ ഒരു ജിയാങ്ങിന്റെ ശാപം കൊണ്ടാകുന്നതായിരിക്കും. ഇതേ ടൈം ജിയാങ് ആണെങ്കിൽ ബാക്കിൽ വന്നിട്ട് പറയും നീ ഉരുണ്ട് കെട്ടി വീണതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. നമ്മളെ പെണ്ണാണെങ്കിൽ ഈ കുരുട്ട് ഇതെല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും അവനെ നോക്കുന്നുണ്ടാവുക. എന്നിട്ട് രണ്ടും ആണെങ്കിൽ ഒന്നും രണ്ടും പാർട്ടി തച്ച് മരിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും നീ ഏത് ബിൽഡിങ്ങിലാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്ന ടീം അവനാണെങ്കിൽ 13 എന്ന് പറയാം. ഇവളും ആണെങ്കിൽ അതേ ബിൽഡിങ്ങിലായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും എനിക്ക് എപ്പോ അൺലക്കിയാണെന്ന് പറഞ്ഞിട്ട് നടക്കാൻ നോക്കുന്ന ടീം പിന്നെയും വീകാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം അവനായിരിക്കും അവളെ രക്ഷപ്പെടുത്തുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പോകാൻ നോക്കുന്ന ടീം അവന്റെ കൈമിൽ ഒരു ഫിഷ് കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇവക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അവൻ എന്തോരു സംഭവം കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ ഇവന്റെ കുക്കിങ്ങിന്റെ സീക്രട്ട് എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് കുറച്ച് ലാഭമല്ലേ. ഇനി എപ്പെങ്കിലും ഇവനാണെങ്കിൽ ഇവളെ റെസ്റ്റോറന്റ് തട്ടിയെടുക്കാൻ വരുന്ന ടൈം ഇവക്കത് മുതലെടുത്തൂടെ. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ കുറച്ച് സ്നേഹത്തിൽ പറയും എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് ഒരു ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് പറയേ. ഫസ്റ്റ് ആണെങ്കിൽ അവന് ഓക്കെ പറയുന്നുണ്ടാവില്ല. ഇവളാണെങ്കിൽ കൊഞ്ചി ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയാം ഹാ ഓക്കെ വാന്ന് പറയും. അവളാണെങ്കിൽ അവന്റെ വീട്ടിലെത്തിയിട്ട് അവരുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ നോക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും ഈ രണ്ട് മോന്തയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. അതേ ടൈം ആയിരിക്കും ഇവന്റെ ഫോൺ അടിയുന്ന ഒച്ച ഇവള് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഇവനെ വിളിക്കുന്ന ടൈം ഇവനാണെങ്കിൽ കേൾക്കുന്നേ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അവളാണെങ്കിൽ പോയിട്ട് ഫോൺ എടുക്കാൻ നോക്കുന്ന അതേ ടൈം ആയിരിക്കും ഇവരെല്ലാം ഫോട്ടോ വെച്ചൊരു ബോർഡ് ഓർമ്മയില്ലേ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടത്. ആ ഒരു ബോർഡ് ആണെങ്കിൽ ഇവളെ കണ്ണിൽ പെടുന്നുണ്ടാവും. പക്ഷേ അതാണെങ്കിൽ പൂട്ടി വെച്ചത് കൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ എന്താന്ന് ഇവക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ. ഇവളാണെങ്കിൽ പോയിട്ട് നോക്കുന്ന അതേ ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ ഫുഡ് ആയിരുന്നു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ പേടിച്ച് അവൾ ആത്മാവേ മേലോട്ടേക്ക് പോയിട്ടുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഇവര് രണ്ടാളും ആണെങ്കിൽ ഫുഡ് കഴിക്കുക. നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര ആസ്വദിച്ചിട്ടായിരിക്കും ആ ഒരു നൂഡിൽസ് കഴിക്കുന്നുണ്ടാവും. എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ പറയൂ
ഞാൻ ഒരു നല്ല കുക്കായിരിക്കൂല, പക്ഷെങ്കിൽ നീ ഒരു നല്ല കുക്കാണ്, നിന്റെ ഒരു നൂഡിൽസിലെ ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം നീ ഒരിക്കലും എൻ്റെ മാസ്റ്ററെക്കാട്ടും വലുതാണെന്നല്ല, പക്ഷെങ്കിൽ നീ ഒരു നല്ലൊരു കുക്കാണെന്ന് പറയും. അത് പറയുന്ന ടൈം അവളെ കണ്ണാണെങ്കിൽ നിറയുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മാസ്റ്ററെ കത്തിയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് തിരിച്ചെടുക്കുന്നെന്ന് പറയും. അപ്പം അവനാണെങ്കിൽ പറയും, എന്നാ പിന്നെ നോക്കാലോ എന്നൊന്ന് പറയും. അപ്പം അവളാണെങ്കിൽ അവിടുന്ന് ദേഷ്യം സങ്കടം എല്ലാം കൊണ്ടിട്ട് പോകുന്നുണ്ടാവും. അവളാണെങ്കിൽ മാസ്റ്ററെ വിളിച്ചിട്ട് കരയുന്നുണ്ടാവും. ഒരിക്കൽ മാസ്റ്റർ ഒരു ജിയാങ് കുക്ക് ചെയ്യാൻ നൂഡിൽസിന് എന്താ ഇത്ര ടേസ്റ്റ് മാസ്റ്റർ എന്ന് ചോദിച്ചിട്ടായിരിക്കും കരയുന്നുണ്ടാവുക. ഇവളെന്തിനാന്ന് കരയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, മാസ്റ്റർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ കേട്ടിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക. നോക്കുമ്പോൾ എന്നായിരിക്കും അവളെ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണെങ്കിൽ ഒത്തിരി പൈസ പോയിട്ടുണ്ടാവും. അവള് സൈഡിലേക്ക് നോക്കുന്ന ടൈമായിരിക്കും നമ്മൾ സുയ ആണെങ്കിൽ എന്തോ ഒന്ന് വാങ്ങിക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. എന്തെല്ലോ സംഭവങ്ങൾ ഉണ്ടാവും. അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കണ്ട് ഉള്ള പെട്ടി മൊത്തം എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടാൻ പോകുന്ന അതേ ടൈമായിരിക്കും ഒരു പരസ്യം കാണുന്നുണ്ടാവുക. ഇങ്ങനെ ഷെഫിനെയാ സ്റ്റാഫിനെയാ അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമായിരിക്കും. ഇതേ ടൈം അവൾക്കാണെങ്കിൽ ഏതോ ഒരാളെ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവും, നീ ഇങ്ങനെ വേഗം നൂഡിൽസ് ആക്കി തന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊല്ലുന്നു. അപ്പൊ അവളാണെങ്കിൽ റിപ്ലൈ കൊടുക്കും, നീ കൊല്ലുന്നുണ്ടെങ്കിൽ അങ്ങ് കൊന്ന എനിക്കൊന്നും ആക്കി തരാൻ കഴിയൂലെന്ന്. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ അലറി വിളിച്ചിട്ട് കരഞ്ഞിട്ട് കുയി നീ എന്നെ പേടിപ്പിക്കലടാ എന്ന് പറയുന്നതായിരിക്കും. അങ്ങനെ പെട്ടെന്നാണെങ്കിൽ അവൾ അയാളെ മുഖം നോക്കുന്ന ടൈമായിരിക്കും അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക കൂയല്ല എന്നുള്ള കാര്യം. അങ്ങനെ അവളാണെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന ടൈമായിരിക്കും നമ്മളെ കൂയാണെങ്കിൽ ഇതുപോലെ തൂങ്ങി നിൽക്കുന്നത് പോലെ കാണുന്നുണ്ടാവും. അവളാണെങ്കിൽ പേടിച്ചിട്ടാണെങ്കിൽ പറയും, എടാ കള്ളപ്പന്നി നീ ഇങ്ങനെ ചെയ്യല്ല, എന്റെ ജീവൻ മൊത്തം പോയിട്ടാണല്ലേന്ന് പറയും. എന്നേരായിരിക്കും അവനാണെങ്കിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും നമ്മളെ കൂയാണെങ്കിൽ ഇപ്പൊ പൈസ വേണ്ടേ എന്നല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുറച്ച് ഉടായ്പ പരിപാടിക്ക് വന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മളെ പെണ്ണിനാണെങ്കിൽ നേരത്തെ നൂഡിൽസ് കൊണ്ടു താഴീന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടില്ലേ, അത് നമ്മളെ കൂയായിരിക്കും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നീ ഇതുപോലത്തെ ഒരു വേർഡായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ പണിയെടുക്കുമെന്ന്. ഇതേ ടൈം അവനാണെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളെ പെണ്ണിന്റെ കൈമിൽ കൊടുക്കുന്നുണ്ടാവും. എന്നാണെന്ന് വെച്ചാൽ 4 സ്റ്റാർ റെസ്റ്റോറന്റ് ഉണ്ടാവില്ലേ, അതിന്റെ എല്ലാം അഡ്രസ് ആയിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക. കാരണം ഈ ഒരു 4 സ്റ്റാറിന്റെ ഉടമസ്ഥന്മാരെല്ലാം ആരായിരിക്കും, നമ്മളെ ചെക്കനില്ലേ അവനാണെങ്കിൽ തോൽപ്പിച്ച ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും നടക്കൂല എന്ന് വിചാരിച്ചിട്ട് അവൾ എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ പറയും, എൻ്റെ അടുത്ത് വേറൊരു വഴിയുണ്ട് എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അവളാണെങ്കിൽ ഒരു ഹോട്ടലിൽ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, അതിന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടായിരിക്കും. അവൾ അപ്പുറത്തിരിക്കുന്ന ചെക്കനാണെങ്കിൽ ഇവളെന്നാ ഇപ്പം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന ടൈം അവളായൊരു തട്ടുകടയിലെ അതിനിങ്ങനെ പൊലിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് അവസാനം പറയും അതൊരു തട്ടുകടയാണെന്ന് പറയുന്നുണ്ടാവും. അവനാണെങ്കിൽ ഇവളിലൊന്ന് ഇംപ്രസ് ആവുന്ന ടൈമായിരിക്കും അവൾ അത് പറയുന്നുണ്ടാവുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഈ ടൈമായിരിക്കും ആ ഒരു റെസ്റ്റോറൻറ്റിലത്തെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക, ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ ജയിക്കണമെങ്കിൽ കുറെ പരീക്ഷണങ്ങൾ ഉണ്ടാവും, അത് മൊത്തം നിങ്ങൾ താണ്ടണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണുങ്ങളെ പിന്നാലെ തന്നെ പോകാൻ പറയുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടാവുമായിരിക്കും. ആരായിരിക്കും? നമ്മളെ ജിയാങ് തന്നെ. ജിയാങ്ങിന്റെ റെസ്റ്റോറന്റിലായിരിക്കും ഇപ്പൊ സ്റ്റാഫിന് ആവശ്യം ഉണ്ടാവുക. നമ്മളെ പെണ്ണിനാണെങ്കിൽ പെണ്ണിന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ആണെങ്കിൽ ഓരോ പരീക്ഷണങ്ങൾ കൊടുക്കുകയും നമ്മളെ പെണ്ണിനെ കൊണ്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. എല്ലാ പരീക്ഷയിലും അവളാണെങ്കിൽ 8 നിലയിൽ പൊട്ടുന്നുണ്ടാവുമായിരിക്കും. ഇതെല്ലാം കാണുന്ന ടൈം നമ്മൾ ജിയാങ് ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, ശരിക്കും ഇവക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അത് ഇവളിങ്ങോട്ടേക്ക് വന്നേന്നെ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ ഇരുന്നിട്ട് CCTVയിലേക്ക് ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഇവളാണെങ്കിൽ ഇത് നമ്മുടെ ജിയാങ്ങിന്റെ റെസ്റ്റോറന്റ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. അവസാനമായിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫുഡിലെല്ലാം കൊത്തുപണി ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതായത് നമ്മൾ തണ്ണിമത്തനിലെല്ലാം ചെയ്യുന്നത് അതുപോലത്തെ ഒരു സംഭവമായിരിക്കും. ഇവർക്ക് രണ്ടാക്കും 2 സംഭവങ്ങൾ കൊടുക്കും, അതിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ആ ഒരു ചെക്കനാണെങ്കിൽ ഇതുപോലത്തെ ഒരു പക്ഷിനെയായിരിക്കും ആക്കിയിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണിന്റെ സംഭവം ആണെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്തോന്ന് പറയേ. ഇതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും നീ ഓപ്പൺ ചെയ്യണ്ട, ഞാൻ ഓപ്പൺ ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും. നമുക്കും ക്യൂരിയോസിറ്റി ആയിരിക്കും അവൾ എന്നായിരിക്കും ആ ഒരു തക്കാളിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന്. നോക്കുമ്പോ എന്നായിരിക്കും ഇതുപോലത്തെ ഒരു റോസാപ്പൂ ആയിരിക്കും. അപ്പൊ അവനാണെങ്കിൽ അതായത് നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും നീ പോയിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോന്ന് പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ട് അവള് ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ, ആ ഒരു കോൺഫിഡൻസിലായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും.
നമ്മളെ ജിയാങ് ആരാ മോയെ, അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവൂല. എനിക്കെന്തിനാ അപ്പൊ ഇത്ര സന്തോഷം, അവളെ കോൺഫിഡൻസ് കണ്ടിട്ട്. ഇവളാണെങ്കിൽ ഇതെല്ലാം വന്നിട്ട് നമ്മളെ കുയിന്റെ അടുത്ത് പറയുന്ന ടൈം അവനാണെങ്കിൽ ഉറപ്പായിട്ട് എന്നാ ചോദിക്കുക, എടി നിനക്ക് ഭ്രാന്ത് ഉണ്ടോന്നല്ലേ, അതുപോലെ തന്നെ ആയിരിക്കും അവൻ ചോദിക്കുന്നുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ പറയും, ഈ ഒരു കാര്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവൂല. ഒന്നാമത്തെ മെയിൻ കാരണം എന്നാ, അവനാറ്റം എന്നെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവന്റെ വീക്ക്നെസ്സും നല്ല കാര്യങ്ങളും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അതാണെങ്കിൽ നമുക്ക് നമ്മളെ മാസ്റ്ററെ കത്തിയില്ലേ, അത് തിരിച്ചെടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറയേ. അതേ ടൈം കൊയ്യാണെങ്കിൽ ചോദിക്കോ, ഓ നീ ഇത്ര കോൺഫിഡൻസ് ആണോ, നിനക്ക് അത്ര ഉറപ്പുണ്ടോ അവൻ നിന്നെ ഹയർ ചെയ്യുമെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ആ ഒരു കാര്യത്തിൽ വലിയ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ടൈം അവക്കാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ടാവുമായിരിക്കും. അവളെ മുഖഭാവം കാണുമ്പോൾ അവൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവളാണെങ്കിൽ അതിപ്പം പറയുന്നുണ്ടാവില്ലേ. നമ്മളെ കൂയിക്കുവാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അവൻ ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ അവനെ മൈൻഡ് വരെ ആക്കുന്നുണ്ടാവില്ല. നമ്മൾ കാണുന്നത് നമ്മളെ ജിയാങ്ങിന്റെ മുന്നിലാണെങ്കിൽ ഇവർ മൂന്നാൾ നിൽക്കുന്നതായിരിക്കും. അതിൽ ഒന്നാമത്തെ ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും, രണ്ടാമത്തെ ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് ആയിരിക്കും, മൂന്നാമത്തെ ആള് നമ്മളെ പെണ്ണായിരിക്കും. നമ്മളെ പെണ്ണ് ആരായിരിക്കും? വെയർ ഹൗസ് കീപ്പർ ആയിരിക്കും. നമ്മളെ പെണ്ണിനാണെങ്കിൽ നേരത്തെ വിളിച്ചാൽ മുഖത്തൊരു സന്തോഷം കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കൂയി ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ആടാ എനിക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടിന്, പക്ഷെങ്കിൽ വെയർ ഹൗസ് കീപ്പർ ആയിട്ടാ കിട്ടിയെന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതായിരിക്കും നമ്മളെ പെണ്ണിന് ഇത്ര സങ്കടം. നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു വെയർ ഹൗസിലത്തെ ജോലി ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ജിയാങ്ങിനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മളെ ജിയാങ്ങിന്റെ റെസ്റ്റോറന്റ് ആണല്ലോ ഇത്, അതിനൊരു അഹങ്കാരം നമ്മളെ ജിയാങ്ങിനെ ഉണ്ടാവുമല്ലോ. ആ ഒരു അഹങ്കാരം കാണുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നീ ഇല്ലേ എന്ത് ജോബ് പറഞ്ഞാലും ഞാൻ ചെയ്യുന്നു പറയും. ഇവളിത് പറയാനും കാരണമുണ്ട്, കാരണം ഇവന്റെ കൂടെ നിന്നാല് മാത്രമല്ല വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചറിൽ ഇവൻ ഇട്ടിട്ട് തന്നെ ഒരു പണി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. ഒരിക്കൽ എന്താ പറയുക, സ്റ്റുച്ചിട്ട മാതിരി ആയിരിക്കും അവളെ ക്യാരക്ടർ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ വെയർ ഹൗസിൽ നിൽക്കുന്ന ടൈം ആ ഒരു കിച്ചന്റെ ഉള്ളിലാണെങ്കിൽ എന്തെല്ലാം നടക്കുന്നെന്ന് ഒളിഞ്ഞു നിന്നിട്ട് കേൾക്കുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം ആയിരിക്കും അവിടെയുള്ള അസിസ്റ്റന്റ് ആണെങ്കിൽ എന്തെല്ലാം ഓർഡർ ഇല്ലേന്നുള്ള സംഭവം നമ്മളെ ജിയാങ്ങിനോട് പറയുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ അത് കേട്ട പാതി കേൾക്കാത്ത പാതി അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിനെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം ജിയാങ് ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാണെങ്കിൽ അവളോട് പറയും, നിനക്ക് നിന്റെ ജോലി അറിയില്ലെങ്കിൽ വേഗം തന്നെ ഇവിടുന്ന് പോയിക്കോന്നു പറയും. അതേ ടൈം അസിസ്റ്റന്റ് ആണെങ്കിൽ പറയും, നിനക്ക് ആകെയുള്ള ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റി വെക്കുക, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക, അങ്ങനത്തെ ജോബ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നീ ചെയ്യേണ്ടെന്ന് നോക്കാം പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇവളെയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കൂല, എന്താ പറയാ, മൂക്കിന്റെ അറ്റം വരെ ചീത്ത പറയാന്ന് പറയില്ലേ, അങ്ങനെ ചീത്ത പറയുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല എല്ലാരും അവളെ തന്നെ നോക്കുന്ന ടൈം അവക്കാണെങ്കിൽ നാണക്കേടാവുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു ദേഷ്യം അവളാണെങ്കിൽ സ്റ്റോർ റൂമിൽ വന്നിട്ടായിരിക്കും തീർക്കുന്നുണ്ടാവുക, നമ്മളെ ദിലീപേട്ട എന്താ പറയാ മൈ ബോസിൽ ചെയ്തതുപോലെ. ഈ ടൈം കിച്ചണിൽ പണിയെടുത്ത് എല്ലാവർക്കും ആണെങ്കിൽ നമ്മളെ ജിയാങ്ങിലെ അവൻ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുമായിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കഴിക്കാൻ ഇരിക്കുന്ന അതേ ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക, നാളെ തൊട്ടിട്ട് നിങ്ങൾ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഫുഡ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം, അത് മാത്രമല്ല ആ ഒരു ഫുഡ് ഞാനും കൂടി കഴിക്കുമെന്ന് പറയേ. അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു സ്റ്റാഫിനാണെങ്കിൽ ഭയങ്കര ഡ്രീം പോലത്തെ ഒരു കാര്യമായിരിക്കും. കാരണം നമ്മൾ ജിയാങ് ആണെങ്കിൽ ഇത്ര കാലമായിട്ട് ഇവർ ആരെ കൊണ്ടുവാണെങ്കിലും ഫുഡ് കുക്ക് ചെയ്യാൻ വിട്ടിട്ടുണ്ടാവില്ലേ, അതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കും അവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫ്സും ഉണ്ടാവുക. ഇവരിങ്ങനെ ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ടൈമും നമ്മളെ പാവം പെണ്ണാണെങ്കിൽ ആ ഒരു സ്റ്റോർ റൂമിൽ നിന്ന് പണിയെടുക്കുന്നതായിരിക്കും. അവളാണെങ്കിൽ എന്തല്ലോ കുരുട്ട് സാധനങ്ങൾ പരുതുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇതും കണ്ടോണ്ടായിരിക്കും നമ്മളെ ജിയാങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ അവനാണെങ്കിൽ എന്തോ ഒന്ന് ചീത്ത പറയാൻ നോക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പേടിച്ചിട്ടാണെങ്കിൽ ഉരുണ്ട് കെട്ടിട്ട് വീകുന്നുണ്ടാവുമായിരിക്കും. എല്ലാ പ്രാവശ്യം ഇവക്കാണെങ്കിൽ ഒരു വീല് ഞാൻ പറയണ്ടല്ലോ, അങ്ങനെയാണ് നമ്മളെ ജോമോളെ പോലെ ആയിരിക്കും. അപ്പൊ അവളാണെങ്കിൽ നേരെ വീകുന്നത് നമ്മളെ ജിയാങ്ങിന്റെ കയ്യിലായിരിക്കും. അങ്ങനെ ഈ ഒരു സീന് കാണിച്ചായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ബൈ.